ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി, റിസർവ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ലോൺസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിള്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതൊക്കെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി അസറ്റ് സൈഡിലേക്ക് പോയാൽ നമ്മൾ എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു റൂൾ അനുസരിച്ചായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് അസറ്റ് സൈഡിൽ നമ്മൾ കറന്റ് അസറ്റിനെ കാണിക്കും, അതിനുശേഷം ഫിക്സഡ് അസറ്റിനെ കാണിക്കും. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫിക്സഡ് അസറ്റ് ആണ് ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വിൽ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം കറന്റ് ആയിട്ടുള്ള അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾ അസറ്റിനെ നമ്മൾ അസറ്റ് സൈഡിലും ലയബിലിറ്റീസിനെ ലയബിലിറ്റി സൈഡിലും ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്.